ഞങ്ങൾ തമ്മിലൊരു 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എന്നാലും അവള് ഒരു ഫ്രണ്ട് പോലെ, ഒരു അനിയത്തി. അവൾ ഇതേവരെ എന്നെ ചേട്ടാന്ന് വിളിച്ചിട്ടില്ല, അതൊരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ആള് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഇതൊക്കെയായിരുന്നു. അതിന് പെട്ടെന്നൊരു ചേഞ്ച് വന്ന് കുഴപ്പമില്ല, കല്യാണം നോക്കാം. ഞങ്ങൾക്കും ഭയങ്കര ഒരു ഇതായിരുന്നു അവളുടെ കല്യാണം നല്ല രീതിയിൽ, നല്ല അടിപൊളിയായിട്ട്. ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 6 വർഷത്തിൻ്റെ അടുത്ത് ആവാറായില്ല. അപ്പോൾ സാധാരണ ഇപ്പം പിള്ളേരെ പോലെ തന്നെ എല്ലാവർക്കും ഒരു ടെൻഷനാണ്, പുതിയ വീട്ടിൽ വന്ന് കയറുമ്പോൾ എങ്ങനെയാവും, നല്ല ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിവിടെ ഏറ്റവും കംഫർട്ടായിരുന്നത് ആളുകാരനാണ്. ഒരു വിധം ആളുകാരനാണ് ഞാൻ കൂടുതൽ കംഫർട്ടായത്. വന്ന് ആള് പെട്ടെന്ന് എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആവുന്ന ടൈപ്പാണ്. അപ്പം ഞാനനുസരിച്ചിരി പഴഞ്ചൻ ടൈപ്പാണ്. അപ്പം ആള് കുറേ അതിൽ നിന്ന് തന്നെ ഇങ്ങനെ കുറേ മാറ്റിയെടുത്തിട്ടുണ്ട്. അവിടുന്ന് അച്ഛനും കാര്യങ്ങളെല്ലാവരും വന്ന് ഇവിടെ ഉറപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കല്യാണത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു സ്റ്റേജിൽ വന്നപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സിലേക്ക് ഒരു ചെറിയൊരു, എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായ ആള് പെട്ടെന്ന് വേറൊരു വീട്ടിലേക്ക് പോവാ. നമ്മുടെ വീട്ടിൽ ആളില്ലാത്ത ആളുടെ മുറിയിലൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ ഒരു വിഷമം പോലെയൊക്കെ ആയിരുന്നു. കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. നമുക്ക് എന്തും പറയാനുള്ള അടുത്ത് ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ഇടയിൽ ഒരു ബോർഡർ ഇല്ല. എന്ത് വേണമെങ്കിലും അവളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആളിതേപോലെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. അപ്പൊ അടിച്ചു പൊളിക്കാൻ അത്ര അടിച്ചു പൊളിക്കട്ടെ എന്ന് നമ്മളും വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ കല്യാണങ്ങൾ ഇങ്ങനെ ആലോചനകൾ വന്നപ്പോ പിന്നെ ആള് ഇത് ഓക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആള് കല്യാണം കഴിക്കാറായി എന്നുള്ളൊരിത് നമുക്ക് ഉള്ളതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തൊരു പാടുണ്ടായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, റിയാലിറ്റിയാണ്. അത് നമുക്കത് എന്താ പറയുക, അത് നടക്കേണ്ട ഒരു സംഭവമായ കാരണം നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അവളുടെ കല്യാണം നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ഇതായിരുന്നു. അതിന് വേണ്ടിയുള്ള ഓട്ടങ്ങളായിരുന്നു ഈ കല്യാണത്തിൻ്റെ തലേദിവസം വരെ. കല്യാണം കഴിഞ്ഞ് പോവാന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട്. ഇത്ര കമ്പനിയായ ഇത്ര കംഫർട്ടായിരുന്നു അവള്, ഭയങ്കര കംഫർട്ടായിരുന്നു. അപ്പോൾ അത് പോവാന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. അപ്പം അന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ അന്ന് എല്ലാവരും ഒരു ചെറിയ സീനൊക്കെ ആയിരുന്നു. പക്ഷെ അത് അപ്പോൾ പിന്നെ വൈകിട്ട് തിരിച്ച് വരും എന്നുള്ളൊരിത് മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് കാരണം കുഴപ്പമില്ല. പക്ഷെ ഇനിയിപ്പോൾ കൊണ്ടാക്കി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല, ഞാൻ സമയം എല്ലാം കടന്നു പോകുന്നാണല്ലോ പറയാം. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லை
PN. അപ്പോൾ PN ഞാൻ നീലു എന്ന് വിളിക്കാറ്. സംഭവം ഞങ്ങൾ തമ്മിൽ ഒരു 10-15 ഏജിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരേ വൈബാണ്. ആളിപ്പോ ഞങ്ങളിപ്പോ എപ്പോഴും കാണുമ്പോഴും എപ്പോഴും തല്ലുകൂടലാണ് പതിവ് ചെറുപ്പം തൊട്ട്. അതിപ്പോഴായാലും അതങ്ങനെ തന്നെയാ. ഇപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് ആളുടെ അടുത്ത് പറയാട്ടോ. എപ്പോഴും തല്ലുകൂടണം പറഞ്ഞാലൊന്നും കാര്യമില്ല. എപ്പോഴും നമ്മള് എന്ത് കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും ആള് അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പൊ സംഭവം എനിക്കൊരു ചേച്ചി ഇല്ല, എനിക്ക് കൂടുതൽ ചേച്ചി നീലുവാണ്. അപ്പൊ നീലുവിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും ചന്തോളിന്റെ കാംനെസ്സും കൂടി ഒരു സിംഗിൾ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ അവർക്കൊരു ബെറ്റർ ലൈഫ്, ബെറ്റർ ഫ്യൂച്ചർ ഞാൻ നേരുന്നു. அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் முதலிரே.
കാണുന്നത് കോളേജിലാണ്. ഞങ്ങൾ ഒരു കോളേജിലായിരുന്നു, സെയിം കോളേജ് ബസ്സായിരുന്നു. അപ്പോൾ ഫ്രം 2016 എനിക്കറിയായിരുന്നു. പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. ഒരു ചെറിയൊരു കാര്യത്തിന് പോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കല്യാണം കേട്ടപ്പോൾ ഭയങ്കര ഒരു നമുക്കിങ്ങനെ ഒരു ഡ്രീമാണോ ആ ഒരു റിയലൈസേഷൻ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പന്തലിലോട്ട് ചെന്നപ്പോൾ അവളിങ്ങനെ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമായി. പിന്നെ എല്ലാ പോക്കിരിത്തരത്തിനും എല്ലാ അലമ്പുകൾക്കും കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഈ ഒരു ഹാപ്പിനെസ് എവർ ലോങ് ലൈഫിൽ എവർ ലോങ് ആയിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് ആശംസിക്കുന്നു.
മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നാദ വിജയ സാരഥേ സാധു ദ്വിജനൊന്നു പറയുന്നു വിജയ സാരഥേ സാധു ദ്വിജനൊന്നു പറയുന്നു സുജന സംഗമമേറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം സുജന സംഗമമേറ്റം സുകൃത നിവഹ സുലഭമദനു നിയതം പല ദിനമായി ഞാനു ബലഭദ്രാനുജ നിന്നെ പല ദിനമായി ഞാനു ബലഭദ്രാനുജ നിന്നെ നലമോടു കാൺവതിന്നു കളിയല്ലേ രുചിക്കുന്നു കാല വിഷമം കൊണ്ടു കാമോ സാധിച്ചതില്ലേ.
ഗ്യാങ്ങിലെ ഫസ്റ്റ് കല്യാണം ആയതുകൊണ്ട് ഒരു എക്സൈറ്റ്മെന്റിന്റെ കൂടെ തന്നെ നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം അയ്യോ ഇനിയിപ്പോൾ അവര് അവരുടേതായ പേഴ്സണൽ സ്പേസിലേക്ക് മാറൂലേ, ഞങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വരും, അതൊക്കെ ഞങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ ആ ഒരു ടെൻഷനുള്ളിലുണ്ടായിരുന്നു. പക്ഷെ ചേച്ചിനെ കണ്ടോട് കൂടിയിട്ട് ആ സംഭവം പോയി. ചേച്ചി നല്ല വൈബായതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ആ ഒരു കണക്ഷൻ പോയില്ല. ഞാൻ വരെയൊക്കെ 2 മണി 3 മണിവരെയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ പറയായിരുന്നു മറ്റുള്ളത് ചേച്ചി നമ്മുടെ ഞങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്യായിരുന്നു, മറ്റന്നാ കല്യാണം ചെക്കനായിട്ടാ കല്യാണം കഴിയട്ടാ. പക്ഷെ അതിൽ ചേച്ചീനെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയതോട് കൂടിയിട്ട് കുഴപ്പമില്ല, ഞങ്ങളെ ഇതിൽ ചേരുന്നതാണ്, അപ്പം ഞങ്ങൾക്കായിട്ട് മാറി നിൽക്കേണ്ടി വരില്ല, അങ്ങനെ ഒരു വിഷമം വേണ്ടി വരില്ല എന്ന് മനസ്സിലായി. ഇതേപോലെ തന്നെ ഈ ഒരു ഇതിൽ തന്നെ ലൈഫ് ലോങ് അടിപൊളിയായിട്ട് തന്നെ പോട്ടെ എന്ന് വിചാരിക്കണം. ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ഞങ്ങളെല്ലാം അടിപൊളിയായിട്ടിരിക്കട്ടെ അവര്.